സമരം ചെയ്ത വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് നടപടികൾക്കെതിരായി ഇതാ പ്രധാനമന്ത്രിയുടെ വസതിയുടെ നേരെ മുന്നിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ നീറ്റ് പരീക്ഷ എന്താണെന്ന് പോലും അറിയാത്ത കുറെ വാഹനങ്ങൾ അവിടെ പോയി സമരം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ നീറ്റ് പരീക്ഷ എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവിടെ കാണിക്കുന്ന അഭ്യാസം പഠിച്ചിട്ടും പിന്മാറാത്ത കുട്ടികളുടെ ആർജവം ഈ മഹാരാജ്യം സത്യം മാറ്റത്തിന്റെ മനസാക്ഷി ഒരു കാലവും മറക്കില്ല. നരവേട്ടയ്ക്ക് ഉത്തരവിട്ട തമ്പ്രാക്കളുടെ നാശത്തിന് നാന്ദിയാണ് ബ്രൂട്ടൽ സംവിധാനത്തിന്റെ പതന പതാക. വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ CJP സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ഉറപ്പായിട്ടും ഈ വീഡിയോ ലൈക്ക് ചെയ്യണം. വേറൊന്നുമല്ല, നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ട് സമരം നടത്തുന്ന വിദ്യാർത്ഥികൾക്ക് പൂർണ്ണ പിന്തുണ കൊടുക്കുന്ന ആളുകളെല്ലാം വീഡിയോ ലൈക്ക് ചെയ്യണം. നിങ്ങളുടെ അഭിപ്രായം ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യണം. അതുപോലെ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബും കൂടെ ചെയ്ത് സപ്പോർട്ടും കൂടെ ചെയ്ത് ഫോളോ ചെയ്ത് വെക്കണം. എങ്കിൽ മാത്രമേ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ശക്തമായിട്ട് പ്രതികരിക്കാനും നിങ്ങളുടെ സപ്പോർട്ടും കൂടെ എനിക്ക് ആവശ്യമുണ്ട്. അപ്പോൾ ഇവിടെ കോക്രോച്ച് ജനതാ പാർട്ടി പിന്തുണയ്ക്കുന്ന സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകളൊക്കെ ലൈക്ക് ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. നമുക്കറിയാം, നീറ്റ് പരീക്ഷയിൽ നടത്തിയ ക്രമക്കേടുമായിട്ട് ബന്ധപ്പെട്ടാണ് ഇവിടെ ഈ സമരം നടത്തുന്നത്. അല്ലാതെ വേറൊന്നിനുമല്ല. നാളെയുടെ തലമുറയ്ക്ക് വേണ്ടിയിട്ട് കഷ്ടപ്പെട്ട് പഠിച്ച് ഈ പരീക്ഷ എഴുതുന്ന ആളുകൾക്കേ അറിയാവൂ അതിൻ്റെ ബുദ്ധിമുട്ട്. എത്ര കഷ്ടപ്പെട്ടിട്ടാണ് അവർ ആ പരീക്ഷ എഴുതിയെന്ന്. ആ പഠിച്ച് പരീക്ഷ എഴുതിയ കുട്ടികൾ ആരെങ്കിലും നിങ്ങളുടെ റിലേറ്റീവ്സ് ഉണ്ടെങ്കിൽ അവരുടെ അടുത്ത് ചോദിച്ച് നോക്കുക. അപ്പോഴത്തേക്ക് ഇതിൽ ക്രമക്കേട് കാണിച്ചു കഴിഞ്ഞാൽ പിന്നെ കൈയും കെട്ടി നോക്കിയിരിക്കണോ നിങ്ങൾ പറ. ഓക്കെ, ഇവിടെ ഈ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും BJP ഒക്കെ ന്യായീകരിച്ച് ഒരു സംഘിണി രംഗത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പുള്ളിക്കാരി പറയുന്ന ഞാൻ ഇവിടെ വെച്ച് തരാം. അതിനുശേഷം ഷാഫി പറമ്പിലിന് ചുട്ട മറുപടി, ഈ സഹോദരിയുടെ വായടപ്പിക്കുന്ന രീതിയിലുള്ള ചുട്ട മറുപടി, എല്ലാ ഉത്തരങ്ങളും അതിനകത്ത് തന്നെ ഷാഫി പറമ്പിൽ ഈ സമര സ്ഥലത്ത് നിന്ന് ലൈവ് ഇട്ടതിൽ നല്ല വ്യക്തമാക്കി ഓരോ കാര്യങ്ങൾ സംസാരിക്കുന്നുണ്ട്. അതും കൂടെ ഞാൻ വെച്ച് തരാം. എന്നിട്ട് ഞാനിവിടെ ആദ്യം തന്നെ ആഷ്മിയുടെ ഒരു ന്യൂസ്, ഇന്ന് ഞാൻ കണ്ടൊരു ന്യൂസ് ഞാൻ ഇവിടെ കണ്ടു. തീ പാറിക്കുന്ന രീതിയിലുള്ള സംസാരവും പ്രകടനമായിരുന്നു ആഷ്മിയോടെ കാഴ്ചവെച്ചത്. ഇങ്ങനെ വേണം സംസാരിക്കാൻ. ഞാനിത് കണ്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ചു ഇത് കുറച്ച് ഇതെല്ലാം ഒരു ഹിന്ദിയിൽ അങ്ങോട്ട് അടിച്ചങ്ങോട്ട് വിട്ട് കഴിഞ്ഞുണ്ടല്ലോ ആഷ്മി, ഇതൊക്കെ അവരൊന്ന് കേൾക്കണം. അവരൊക്കെ കേൾക്കണം. ഇതൊക്കെ കേൾക്കേണ്ട കാര്യങ്ങൾ തന്നെയാണ്. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ നമ്മളെയൊക്കെ കുട്ടികൾ എന്തുമാത്രം കഷ്ടപ്പെട്ടിട്ടാണ് ഇത് പഠിച്ച് പരീക്ഷ എഴുതി ഇതിൻ്റെ പുറമേ നടന്നിട്ടുള്ളത്. അത്രമാത്രം കഷ്ടപ്പെട്ടിട്ടുണ്ട്. ഈ ഒരു മാസക്കാലമായിട്ട് അവരവിടെ സമരം ചെയ്യുന്നുണ്ടെങ്കിൽ, അവരെ അടിച്ചമർത്താൻ നോക്കുന്ന ആളുകളുണ്ടെങ്കിൽ ഒരു കാര്യം നിങ്ങൾ ചിന്തിക്കുക. നാളെയുടെ തലമുറയാണ് നിങ്ങൾ അടിച്ചമർത്താൻ നോക്കുന്നത്. കൈയും കെട്ടി ഇനി നോക്കിക്കത്തില്ല. ആരാണെങ്കിലും ജനങ്ങൾ ജയിപ്പിച്ച് വിട്ട, ജനങ്ങൾ അധികാരത്തിൽ കയറ്റിയ ആളുകൾ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് നീതിപൂർവമായിട്ട് പെരുമാറേണ്ടതും കാണിക്കേണ്ട സ്ഥലങ്ങളും ഏറെയുണ്ട്. അതിന് ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് പഠിക്കാനുണ്ട്. ഇവിടെ എവിടെയാണ് നീതി ഇതിനകത്ത് നമ്മൾ കണ്ടത്? കഴിഞ്ഞ ദിവസങ്ങളിൽ നമ്മൾ കണ്ടാണ് ക്രൂരമായിട്ട് ഓടിച്ചിട്ട് അടിക്കുന്ന പോലീസിനെ കൊണ്ട്, പോലീസിൻ്റെ പിന്തുണയോടുകൂടി ഓടിച്ചിട്ട് അടിക്കുന്ന എത്ര കുട്ടികളെ നമ്മൾ കണ്ടതാണ്. ഇതിനൊന്നും പ്രതികരിക്കാനൊന്നുമില്ലേ? ജനാധിപത്യ രാജ്യമായ ഇന്ത്യയിൽ ഇത് നടക്കുന്നു നമുക്ക് സത്യം പറഞ്ഞ് ഇത് നടക്കുന്നു കാണുമ്പോഴത്തേക്ക് ലജ്ജ തോന്നുവാണ്. എന്തായാലും ആഷ്മിയുടെ ഒരു വാർത്ത ഞാനിവിടെ വെച്ച് തരാം. നിങ്ങളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യണം. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം. ആഷ്മിയുടെ ഒരു വാർത്ത നിങ്ങൾ ഇവിടെ നിന്ന് കണ്ടു നോക്കേ. തീ പാറിക്കുന്ന രീതിയിലുള്ള വാർത്തയാണ്. ഇങ്ങനെ തന്നെ വേണം ആഷ്മി ഓരോ കാര്യങ്ങളിൽ. നിങ്ങളെപ്പോലുള്ള ആളുകൾ ഇതുപോലെ പ്രതികരിച്ച് മുമ്പോട്ട് വന്നാൽ മാത്രമേ ഇത് വരും തലമുറയ്ക്ക് അതൊരു നല്ലൊരു പിന്തുണയാവും. ഇതിനെ പിന്തുണച്ച് വന്ന ആളുകളെ എല്ലാം വിമർശിക്കുന്നത് ഒരു കുറേയാണ് ഗുരുമുട്ടി വിമർശിക്കുന്നതെല്ലാം നമ്മൾ കണ്ടതാണല്ലേ. അതിലൊന്നും വലിയ കാര്യമുള്ള കേസൊന്നുമല്ല. ഓക്കെ, എന്നാലും ആഷ്മിയുടെ വാർത്ത നിങ്ങളൊന്ന് കണ്ടുപോകെ. കേന്ദ്രമന്ത്രി ധർമ്മേന്ദ്ര പ്രധാന്റെ മകൾ പഠിച്ചത് അമേരിക്കയിലെ മുൻനിര സർവകലാശാലയാണ് ടഫ്സ് യൂണിവേഴ്സിറ്റി. രാജ്നാഥ് സിംഗിന്റെ ഇളയപുത്രൻ UK ലീഡ്സ് യൂണിവേഴ്സിറ്റി. S ജയശങ്കറിന്റെ മകൻ ജോർജ് ടൗൺ യൂണിവേഴ്സിറ്റി. പീയൂഷ് ഗോയലിന്റെ മക്കൾ ഹാർവാർഡ്, യൂണിവേഴ്സിറ്റി ഓഫ് പെൻസിൽവേനിയ, അമേരിക്കയിലെ യെയിൽ യൂണിവേഴ്സിറ്റി, UK വാർവിക് യൂണിവേഴ്സിറ്റി, ബോസ്റ്റൺ സർവകലാശാല. അങ്ങനെ പോകുന്നു. മന്ത്രിപുത്രന്മാർ, VIP മക്കൾ പഠിക്കുന്ന വിദേശ സർവകലാശാലകൾ. നല്ല കാര്യമാണ്. ആ മക്കൾ നന്നായി പഠിക്കട്ടെ, നല്ല ജോലി കിട്ടട്ടെ, അവരുടെ ഭാസുര ഭാവിക്ക് എല്ലാവിധ ആശംസകൾ. പക്ഷേ ഈ വിദേശ സർവകലാശാലകൾ സ്വപ്നം പോലും കാണാനാവാത്ത രാജ്യത്തെ കോടിക്കോടി പൗരന്മാരുടെ മക്കളുടെ വിദ്യാഭ്യാസം, അവരുടെ ഭാവി നശിച്ചു നാറാണക്കല്ലാവാതിരിക്കാനും മുടിഞ്ഞു മുണ്ടക്കോലെടുക്കാതിരിക്കാനാണ്
ജന്തർ മന്ദറിലെ ജൻസി സമരമെന്ന് അധികാര പാർട്ടിക്ക് അറിയില്ലെങ്കിലും അവരുടെ സാമന്ത മാധ്യമങ്ങൾക്ക് അറിയില്ലെങ്കിലും ഈ രാജ്യത്തിനറിയാം. അതുകൊണ്ടാണ് അങ്ങ് കശ്മീർ മുതൽ ഇങ്ങ് കന്യാകുമാരി വരെ ജന്തർ മന്ദറിലേക്ക് ഓൺലൈൻ ആഹാരത്തിന്റെ ഒഴുക്കടക്കം ഐക്യദാർഢ്യത്തിന്റെ 1000 കരങ്ങൾ. ആ വ്യാജ നിർമ്മാണ ഫാക്ടറിയിൽ ഏറ്റവും ഒടുവിൽ കണ്ടത് കോക്രോച്ചുകളുടെ സമരത്തിന് ബംഗ്ലാദേശ് ജമാഅത്തെ ഇസ്ലാമിയുടെ പിന്തുണാക്കത്തതിൽ ബംഗ്ലാദേശിന്റെ സ്പെല്ലിംഗ് പോലും നേരെ അടിക്കാൻ അറിയാത്ത ഏതോ വിവരദോഷിയുടെ പടപ്പാണ്. വല്ലാത്തൊരു ഇച്ഛാഭംഗ വെപ്രാളത്തിൽ വണ്ടിമറിക്കലാണ്. ചാപ്പുകൾ, മുദ്രകൾ, ആതങ്കവാദി, ആന്റി നാഷണൽ, അർബൻ നക്സൽ, തുക്കടെ ഗ്യാങ്, ഖാൻ മാർക്കറ്റ് ഗ്യാങ്, ആന്തോളൻ ജീവി. സമരത്തെ ഇല്ലാതാക്കാൻ എന്തൊക്കെ പറഞ്ഞിട്ട് വെറുക്കുന്നില്ല. ആ പരിവാരത്തിന്റെ IT സെൽ പരാജയമാണ്. കാരണം ഈ രാജ്യത്തിന് 140 കോടി ഉരുട്ടി വീഴുന്നത് ചാണകവറളിയല്ല. മാരകമായി പരിക്കേറ്റ RML ആശുപത്രിയിൽ കിടക്കുന്നുണ്ട് 21കാരി സാക്ഷി. ആ 17-18 വയസ്സുള്ള ഒരു ചെറിയ പെൺകുട്ടിയുടെ മുഖത്തേക്ക് സർവ്വശക്തിയിൽ ഓങ്ങിയടിക്കുന്നുണ്ട് രാജാനുബാഹു ഒരുത്തൻ DCP സന്ദീപ് ലാംബ. ലാത്ത് കൊണ്ടൊരു പെൺകുട്ടിയുടെ പിൻഭാഗത്ത് ആഞ്ഞുകുത്തുന്ന വേറൊരുത്തൻ മൊളസ്റ്റേഷൻ. നരവേട്ടയുടെ അസംഖ്യം ദൃശ്യങ്ങൾ കാണാനില്ല. We are not interested in videos. We don't have time to watch എന്ന് പറയലാണ് സുപ്രീം കോടതി. താങ്ക് യു സാർ, താങ്ക് യു വെരി മച്ച്. പക്ഷേ ആ മക്കൾ നമ്മുടെ വീട്ടിലെ മക്കളാണ്, എന്റെയും നിങ്ങളുടെയും കുഞ്ഞുങ്ങളാണ്. ആ ദൃശ്യങ്ങളിൽ കണ്ട വേദന, ദൃശ്യങ്ങൾ കണ്ട ചോര, ദൃശ്യങ്ങൾ കണ്ട പെൺകുഞ്ഞുങ്ങളുടെ കണ്ണുനീർ, അടിച്ചിട്ടും പിന്മാറാത്ത കുട്ടികളുടെ ആർജവം, ഈ മഹാരാജ്യം സത്യം മാഷത്തിന്റെ മനസാക്ഷി ഒരു കാലവും മറക്കില്ല. നരവേട്ടയ്ക്ക് ഉത്തരവിട്ട തമ്പ്രാക്കളുടെ നാശത്തിന്റെ നാന്ദിയാണ് ആ ബ്രൂട്ടൽ സംവിധാനത്തിന്റെ പതന പതാക. എന്തല്ലേ അവരുടെ അവകാശങ്ങൾ കഷ്ടപ്പെട്ട് അവർ പഠിച്ച് എഴുതേണ്ട അവകാശങ്ങൾ നേടിയെടുക്കാൻ വേണ്ടിയിട്ട് ഇത് വരും തലമുറയ്ക്കൂടെ വേണ്ടിയിട്ടും കൂടെയാണെന്നും ചിന്തിക്കണം. ഈ ആശ്മി പറഞ്ഞത് ഹിന്ദിയിലായിരുന്നെങ്കിലുണ്ടല്ലോ, മൊത്തം ഹിന്ദിയിലായിരുന്നെങ്കിൽ പൊളിച്ചേനെ. കാരണം എല്ലാവർക്കും കേൾക്കേണ്ടതാണ്. കാരണം ഈ നമ്മൾ മാത്രം കേട്ടിട്ട് കാര്യമില്ല. അങ്ങ് ഡൽഹിയിൽ വരെ എത്തേണ്ട ന്യൂസാണ്. പറ്റുമെങ്കിൽ ഈ സാധനം, പിന്നെ ആട്ടോടൊപ്പം കാര്യങ്ങളൊക്കെ ഉണ്ട്, എന്നാലും ഇന്ത്യയിൽ പറയുന്നൊരു പവറുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. ഓക്കെ, പറ്റുമെങ്കിൽ അടുത്ത തവണ ആശ്മി ഹിന്ദിയിൽ ഇതുപോലെ തീപ്പൊരി പാറിക്കും കേട്ടോ. ഇനി ഞാനിവിടെ നമ്മുടെ നരേന്ദ്രമോദിയെ, പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ, നമുക്കറിയാം നരേന്ദ്രമോദിക്കെതിരെ ഒരുത്തൻ ഒരു ഈ മാനസിക അസ്വസ്ഥത നേരിടുന്നതെന്നൊക്കെ പറഞ്ഞ ഒരുത്തനുണ്ടല്ലോ, അവൻ വീഡിയോ ഇട്ട സമയത്ത് നരേന്ദ്രമോദിക്ക് വേണ്ടിയിട്ട് എല്ലാ ആളുകളും ഇന്ന മതമെന്നോ രാഷ്ട്രീയമെന്നോ ഒന്നും ഇല്ലാതെ നമ്മളെ പ്രധാനമന്ത്രിയാണ് എന്ന് പറഞ്ഞിട്ട് സപ്പോർട്ട് ചെയ്ത ഒരുപാട് ആളുകളുണ്ട് അല്ലേ. അതിനി തെറ്റ് കണ്ടു കഴിഞ്ഞാൽ തെറ്റെന്നും ശരി കണ്ടു കഴിഞ്ഞാൽ ശരിയെന്നും പറയണം ചങ്കൂറ്റത്തോടുകൂടി. ഇനി നമ്മളെ ജയിപ്പിച്ച് വിട്ട ഈ നമ്മുടെ മന്ത്രിയാണെങ്കിലും മുഖ്യമന്ത്രിയാണെങ്കിലും MLA ആണെങ്കിലും പ്രധാനമന്ത്രിയാണെങ്കിൽ വരെ നിയമവിരുദ്ധമായിട്ട് നമ്മൾ എന്ത് കണ്ടാലും ചങ്കൂറ്റത്തോടെ പ്രതികരിക്കണം. അതാണ് വേണ്ടത്. ഈ ഇന്ത്യ മഹാരാജ്യത്ത് രാജഭരണമല്ല, ജനാധിപത്യ ഭരണമാണെന്ന് നമ്മൾ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഇവിടെ നരേന്ദ്രമോദിയെയും അതുപോലെ BJPയൊക്കെ ന്യായീകരിച്ചുകൊണ്ട് ഒരു സഹോദരി ഒരു വീഡിയോ ഇട്ടേക്കുന്നത് ഞാൻ കണ്ടു. ആ സഹോദരിക്ക് വിദ്യാഭ്യാസത്തിൻ്റെ വിലയോ അല്ലെങ്കിൽ എന്താണ് നീറ്റ് പരീക്ഷയെന്നോ ഒന്നും മനസ്സിലാക്കാതെയാണ് ഇതിട്ടേന്നാണ് എനിക്ക് തോന്നുന്നത്. കാരണം നീറ്റ് പരീക്ഷ എന്താണെന്നും വിദ്യാഭ്യാസത്തിൻ്റെ അതിൻ്റെ കഷ്ടപ്പാട് എന്താണെന്നും ഒക്കെ അറിയണമെങ്കിൽ ഇത് എഴുതിയിട്ടുള്ള നിങ്ങൾക്കറിയാവുന്ന ആളുകളോട്, കുട്ടികളോടൊന്ന് ചോദിച്ചു നോക്കിയാൽ മനസ്സിലാക്കാവുന്നേ. അതിൻ്റെ കഷ്ടപ്പാട്, അത് പഠിച്ചെഴുതുന്നതിൻ്റെ കഷ്ടപ്പാട്. ഓക്കെ, എന്തായാലും ഈ സഹോദരിയുടെ വീഡിയോ ഞാൻ ഇവിടെ വയ്ക്കാം. അതിനുശേഷം ഷാഫി പറമ്പിൽ ചുട്ട മറുപടി, നല്ല രീതിയിൽ ഷാഫി പറമ്പിൽ ഇതിന് നല്ല മറുപടി ഇവർക്കെല്ലാവർക്കും ഇതിനെതിരെ ഈ പറഞ്ഞിട്ടുള്ള കുത്തിത്തിരിപ്പുമായിട്ട് വരുന്ന ആളുകൾക്കെല്ലാം കൂടെ ശക്തമായിട്ടുള്ള രീതിയിലൊരു മറുപടി ഷാഫി പറമ്പിൽ കൊടുക്കുന്നുണ്ട്. നല്ല വ്യക്തമായിട്ട് പുള്ളി ആ സമരമുഖത്ത് നിന്നുകൊണ്ട് ലൈവ് ഇട്ടിട്ട് പുള്ളി പറയുന്നുണ്ട്. അതും കൂടെ ഞാൻ വെച്ചുതരാം. അപ്പോൾ എന്തായാലും ഈ സഹോദരി പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കണ്ടു നോക്കാം. എന്നിട്ട് നിങ്ങൾ ഉറപ്പായിട്ടും നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് കമൻറ്റ് ചെയ്യണം. ഹലോ, എല്ലാവർക്കും നമസ്കാരം. നീറ്റ് പരീക്ഷ എന്താണെന്ന് പോലും അറിയാത്ത കുറെ വാണങ്ങൾ അവിടെ പോയി സമരം ചെയ്യുന്നുണ്ട്. എന്താണ് ഈ നീറ്റ് പരീക്ഷ എന്ന് പോലും അവർക്ക് അറിയുന്നുണ്ടാവില്ല. അവിടെ കാണിക്കുന്ന അഭ്യാസങ്ങൾ, ഈ നീറ്റ് പരീക്ഷ എന്താണെന്ന് അറിഞ്ഞ ആൾക്കാരാണോ അവിടെ പോയിട്ട് ജയ് വിളിക്കുന്നത്? അല്ല. നീറ്റ് പരീക്ഷനെ പറ്റി ചോദിച്ച സമയത്ത് അവര് കൊടുക്കുന്ന മറുപടി നിങ്ങൾ കേട്ടിനോ? വല്ലാത്ത ജാതി തന്നെപ്പാ. എന്തൊക്കെ അഭിനയങ്ങൾ, എന്തൊക്കെ നാടകങ്ങളാണ് ഇവിടെ ഡൽഹിയിൽ ഇങ്ങനെ കാണിക്കുന്നത്. ഇപ്പം കുറെ സിനിമാ നടന്മാരും ഇറങ്ങിയിട്ടുണ്ട്. ഇവറ്റകളൊന്നും കേരള PSCന്റെ ഒരു 7 അയലത്ത് പോലും വന്നിട്ടില്ലല്ലോ. എന്തുകൊണ്ടാ വരാത്തത്? അത് രണ്ടാണ്. CJP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ത്യ നരേന്ദ്രമോദി അങ്ങ് രാജിവെക്കും. അതല്ലേ ഇവറ്റകളുടെ സ്ഥിരം പരിപാടി. നിങ്ങൾ അവിടെ ഇരുന്ന് പാറ്റകളെ, നിങ്ങൾ അവിടെ ഇരുന്ന് കളിക്കളേ ഉണ്ടാവും. കാരണം എനിക്ക് ഈ ടൊവിനോനോടും അതുപോലെ തന്നെ കുഞ്ചാക്കോ ബോബനോടും അതുപോലെ തന്നെ ഒരു ശ്യാമളൻ ഉണ്ടല്ലോ, ആ ശ്യാമളനോടും ഒക്കെ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാല് നിങ്ങൾ വെറുതെ വ്യാമോഹിക്കണ്ട, അത്രമാത്രമേ പറയാനുള്ളൂ. എന്തൊക്കെ നാടകങ്ങളാന്ന്. രഞ്ജിനി ഹരിദാസ് ഒരു ഭാഗത്ത് വായിന്ന്, പിന്നെ വേദന ഒരു ഭാഗത്ത് വരുന്നത്. എടോ, നിങ്ങൾക്ക് എന്തെന്നാ ഈ നീറ്റ് പരീക്ഷ എന്നറിയാവോ?
അവിടെ വന്ന ഈ പ്രതിഷേധത്തിന് വന്ന ആൾക്കാരൊക്കെ ഈ നീറ്റ് പരീക്ഷ എഴുതേണ്ട ആൾക്കാരാണോ? അല്ല. ഈ നീറ്റ് പരീക്ഷ എന്താണെന്ന് പോലും അറിയാത്ത ആൾക്കാരാണ് അവിടെ വന്നിട്ട് ഈ സമരത്തിന് മുന്നിൽ നിൽക്കുന്നത്. ഇപ്പൊ നീറ്റ് പരീക്ഷ എന്താണെന്ന് 4 മാധ്യമങ്ങൾ നേരക്ക് ചോദിച്ചു കഴിഞ്ഞാൽ ആർക്കും അതിന് മറുപടി ഉണ്ടാവില്ല. ജമാഅത്തെ ഇസ്ലാമിന്റെ ഒരു വിഭാഗം ആൾക്കാർ, അപ്പൊ മൊത്തം ഒരു ഞമന്റെ ആൾക്കാർ മാത്രമേ ആടെയുള്ളൂ. സത്യം പറയാന്ന് വെച്ചാൽ നിങ്ങളൊന്ന് വെറുതെ ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, എന്നാലും നിങ്ങൾക്ക് അത് മനസ്സിലാവും ഇവറ്റകളുടെ ഈ ശരിക്കും പറഞ്ഞാൽ ഇവരെ കടിയല്ല എപ്പാ തീരുക. എന്താടേ നിങ്ങളിങ്ങനെ നല്ല വൃത്തിക കൊള്ളാത്തതിന്റെ സൂക്കാടാണ്. ജമാഅത്തെ ഇസ്ലാമി, അതുപോലെ തന്നെ കോക്രോച്ച് പാർട്ടി, അതുപോലെ തന്നെ ഈ മുസ്ലിം ലീഗ്, കോൺഗ്രസ്, CPM ഇവരെല്ലാരും ഒരുമിച്ച് കഴിഞ്ഞാലും BJPക്ക് ഒരു പോറൽ പോലും ഏൽക്കൂല. മനസ്സിലായിനോ? 10 എണ്ണം മതി ചങ്കുറപ്പുള്ളത്. അതാണ് BJP. നരേന്ദ്രമോദി, അമിത്ഷായും രാജ്നാഥ് സിംഗും ഒക്കെ അവിടെ ഉള്ളിടത്തോളം കാലം നിങ്ങൾ ഒരു സംഭവം നടക്കാൻ പോകുന്നില്ല. അത്രമാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. എൻ്റെ പൊന്നു പെങ്ങളെ, നിങ്ങൾ സ്റ്റാർട്ടിങ്ങിൽ നിങ്ങൾ വിളിച്ചല്ലോ വാണങ്ങളെന്ന്. അവിടെ നീറ്റ് പരീക്ഷ എന്താണെന്ന് പോലും അറിയാത്ത കുറേ വാണങ്ങൾ പോയി സമരം ചെയ്യുന്ന നിങ്ങൾ പറഞ്ഞല്ലോ. നിങ്ങൾക്ക് ഇതിനെ പറ്റിയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാമായിരുന്നെങ്കിൽ നിങ്ങൾ ഇവിടെ വന്നിട്ട് ഇങ്ങനെ വിമർശിക്കത്തില്ലായിരുന്നു. വേറൊന്നുമല്ല, ഇത് പഠിച്ച് എഴുതുന്നതിൻ്റെ കഷ്ടപ്പാടും അത് എഴുതിയിട്ട് അവർക്കതിൻ്റെ പ്രതിഫലം കിട്ടാത്തതിൻ്റെ നിരാശയും അറിയണമെങ്കിൽ നിങ്ങളിൽ ആരെങ്കിലും ഇത് എഴുതിയിട്ടുള്ള ആളുകളോട് നിങ്ങളൊന്ന് ചോദിച്ചു നോക്കുക. വിദ്യാഭ്യാസത്തിൻ്റെ വിലയൊന്നും മനസ്സിലാവാത്ത ആളുകളോട് ഇത് വല്ലതും പറഞ്ഞിട്ട് കാര്യമുണ്ടോ? എവിടെ നോക്കിയാലും വർഗീയത മാത്രം കൊണ്ട് നടക്കുന്ന ആളുകളോട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല സഹോദരി. എന്തായാലും സഹോദരിക്ക് വേണ്ടുന്നുള്ള കാര്യങ്ങൾ ഷാഫി പറമ്പിൽ തന്നെ നല്ല വ്യക്തമായിട്ട് പറയുന്നുണ്ട്. അതും കൂടെ നിങ്ങളൊന്ന് കണ്ടു നോക്കേ. बंद करो, बंद करो, बंद करो, बंद करो, बंद करो। मोदी तेरी तानाशाही नहीं चलेगी, नहीं चलेगी। मोदी तेरी तानाशाही नहीं चलेगी, नहीं चलेगी। अमित शाह तेरी तानाशाही नहीं चलेगी, नहीं चलेगी। अमित शाह तेरी तानाशाही नहीं चलेगी, नहीं चलेगी। गुंडागर्दी बंद करो, बंद करो, बंद करो, गुंडागर्दी बंद करो, बंद करो, बंद करो। बच्चों को पीटना बंद करो, बंद करो, बंद करो, बच्चों को मारना बंद करो, बंद करो, बंद करो। नरेंद्र मोदी हाय 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 हाय, अमित शाह हाय 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 हाय। गुंडागर्दी बंद करो, बंद करो, बंद करो। मोदी तेरी तानाशाही नहीं चलेगी, नहीं चलेगी। मोदी तेरी तानाशाही नहीं चलेगी, नहीं चलेगी। अमित शाह तेरी नहीं चलेगी, नहीं चलेगी। പ്രിയമുള്ളവരെ, 20ഓളം വിദ്യാർത്ഥികളുടെ വിലപ്പെട്ട ജീവൻ കവർന്ന കേന്ദ്ര സർക്കാരിന്റെ പരാജയത്തിൽ ഒരു അക്കൗണ്ടബിലിറ്റിയും ഇല്ലാതെ ഒരു നടപടിയും എടുക്കാത്ത BJP ഗവൺമെന്റിനെതിരായി നരേന്ദ്രമോദിക്കും അമിത്ഷാക്കുമെതിരായി ഇന്നലെ ന്യായത്തിന് വേണ്ടി സമരം ചെയ്ത വിദ്യാർത്ഥികളെ ക്രൂരമായി തല്ലിച്ചതച്ച പോലീസ് നടപടികൾക്കെതിരായി ഇതാ പ്രധാനമന്ത്രിയുടെ വസതിയുടെ നേരെ മുന്നിൽ പ്രിയങ്കരനായ രാഹുൽ ഗാന്ധിയുടെ നേതൃത്വത്തിൽ, പ്രിയങ്കാജിയുടെ നേതൃത്വത്തിൽ, ഖാർഗെജിയുടെ നേതൃത്വത്തിൽ കോൺഗ്രസിന്റെ സമരം, കോൺഗ്രസ് MPമാരുടെ പ്രിയങ്കാജിയും രാഹുൽജിയും ഖാർഗെജിയും KC വേണുഗോപാൽ MP ഉൾപ്പെടെയുള്ള കോൺഗ്രസിന്റെ MPമാരുടെ നേതൃത്വത്തിൽ ഇവിടെ മാർച്ച് നടക്കുന്നു. इस्तीफा दो, इस्तीफा दो, इस्तीफा दो। बच्चों के कातिल इस्तीफा दो, इस्तीफा दो, इस्तीफा दो। मोदी का इस्तीफा दो, इस्तीफा दो, इस्तीफा दो। धर्मेंद्र प्रधान इस्तीफा दो, इस्तीफा दो, इस्तीफा दो। अमित शाह इस्तीफा दो, इस्तीफा दो, इस्तीफा दो। नरेंद्र मोदी इस्तीफा दो।
मोदी तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। अमित शाह तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। मोदी तेरी तानाशाही नहीं चलेगी, नहीं चलेगी। अमित शाह तेरी तानाशाही नहीं चलेगी, नहीं चलेगी। मोदी तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। मोदी तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। मोदी तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। अरे मोदी तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। अमित शाह तेरी गुंडागर्दी भाई आने दो। अमित शाह तेरी गुंडागर्दी नहीं चलेगी, नहीं चलेगी। अमित शाह तेरी गुंडागर्दी छात्रों का दमन बंद करो, बंद करो, बंद करो। छात्रों को पीटना बंद करो, बंद करो, बंद करो। छात्रों का दमन बंद करो, बंद करो, बंद करो। छात्रों को पीटना बंद करो, बंद करो, बंद करो। जब जब मोदी डरता है, जब जब मोदी डरता है, पुलिस को आगे करता है। अरे जब जब मोदी डरता है, पुलिस को आगे करता है। अरे जब जब मोदी डरता है, पुलिस को आगे करता है। छात्रों को न्याय दो, न्याय दो, न्याय दो, छात्रों को न्याय दो, न्याय दो, न्याय दो। इस्तीफा दो, इस्तीफा दो, इस्तीफा दो, इस्तीफा दो। ഓക്കെ, കണ്ടല്ലോ, ഇവരൊന്നും നീറ്റ് പരീക്ഷ എന്താണെന്ന് അറിയാത്ത ആളുകളല്ല. ആ 20 കുട്ടികൾക്ക് വേണ്ടിയിട്ട് 20 കുട്ടികൾക്ക് നീതി ലഭിക്കാനും ഇനി വരുന്ന തലമുറയ്ക്ക്, ഇനി വരുന്ന പിള്ളേർക്ക് വേണ്ടിയിട്ട് സമൂഹത്തിൽ ഇതുപോലൊരു അവസ്ഥ ഉണ്ടാവാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഈ സമരം ചെയ്യുന്നത്. അല്ലാതെ അവിടെ പോയിട്ട് ഒന്നും അറിയാതെ ഈ പറഞ്ഞിട്ടുള്ള വായിൽ തോന്നിയത് കോതയ്ക്ക് പാട്ട് എന്നുള്ള രീതിയിൽ അവിടെ ചെന്നിട്ട് കാട്ടിക്കൂട്ടൽ ചെയ്യുന്ന പരിപാടിയല്ല. അതാദ്യം മനസ്സിലാക്കുക. അപ്പോൾ എന്തായാലും നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഉറപ്പായിട്ട് കമൻറ്റ് ചെയ്യുക ഇതിനെ പറ്റിയിട്ട്. അതുപോലെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ ചാനൽ കൂടെ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിട്ട് പിന്നെ വരാം.